നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. 2 ദിവസമായി വീഡിയോ ഇട്ടിട്ട് മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ മറ്റേ ചാനലിനോട് ക്രിക്കറ്റ് ചാനൽ അപ്പോൾ വേൾഡ് കപ്പ് നടക്കുന്നതുകൊണ്ട് അതിൻ്റെ അവിടെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ അധികമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്തോട്ട് കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടാതിരിക്കുന്നുണ്ട്. എങ്കിലും ഇതിങ്ങനെ നമ്മൾ 1-2 ദിവസം തുടർച്ചയായിട്ട് വീഡിയോ ഇട്ടില്ലെങ്കിലേ ചാനൽ ഡൗൺ ആയി പോകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ എന്തായാലും നമ്മുടെ അന്നദാതാവായ നമ്മുടെ കുറച്ചൊരു വീഡിയോ ഇടാന്ന് കരുതി. ഏതൊക്കെ ക്ലിപ്പുകൾ, എൻ്റെ ക്ലിപ്പുകൾ കണ്ടന്റിന്റെ ചാകയാണ് നടക്കുന്നത്. ഓക്കെ, അതിനെ കുറിച്ചൊക്കെ പറയാം. സത്യം പറയാൻ ഞെട്ടി 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 തരിക്കുന്ന ഒരു സംഭവങ്ങളാണ്. അതായത് ഓരോ ആൾക്കാർ ഈ പറയുന്ന വൈറലാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൻ്റെ പ്രസ്ഥാനം 4 ആൾ അറിയാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഒന്നീ പറയും ഞാൻ ഗർഭിണിയാണെന്ന് പറയും, എനിക്ക് അവിഹിതമാണെന്ന് പറയും, ഭർത്താവിന് അവിഹിതമാണെന്ന് പറയും, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഗർഭമുണ്ടെന്ന് പറയും, അല്ലെങ്കിൽ എൻ്റെ അമ്മ പ്രസവിക്കാൻ പോണെന്ന് പറയും, അല്ലെങ്കിൽ ഞാനും ഭർത്താവോട്ട് അടിച്ചു പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ പറ്റിച്ചുകൊണ്ട് വലിപ്പിച്ചുകൊണ്ട് കുറെ വീഡിയോസ് ഇടും. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും തൻ്റെ കാര്യം നടക്കണം, പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ട് പ്രേക്ഷകരെ മറ്റവന്മാരാക്കിക്കൊണ്ട് തൻ്റെ കാര്യം നടക്കണം എന്നുള്ളത്. അതിനെക്കുറിച്ച് ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരുടെ മറ്റത് പറഞ്ഞു മറിച്ചത് പറഞ്ഞു പിന്നെ തന്തയ്ക്ക് വിളിയായി തള്ളയ്ക്ക് വിളിയായി. ഇതൊക്കെയാണ് ഓരോരുത്തരുടെ. നമ്മളൊക്കെ വിചാരിക്കും അയ്യോ പാവ കുഞ്ഞു വാവ, അയ്യോ കുഞ്ഞു വാവ, ഒന്നും പറയില്ല, ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ നാട്ടെടുത്ത തള്ളയ്ക്കാണ് വിളിക്കുന്നത് എന്നുള്ളതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് ഞാനൊരു സൈഡിൽ ഒതുക്കി ഇട്ടിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. അതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇപ്പോ ഇവിടെ നമ്മൾ പറയാൻ നിന്നത് ഈ പറയുന്ന വൈറലാണെങ്കിൽ ചിരിയാവുന്നത് കേട്ടോ. അതായത് ലവര് കാണിക്കുന്ന തെണ്ടിത്തനം. അവർക്ക് തോന്നിയ എന്തും കാണിക്കാം, പബ്ലിക്കിൽ കൊണ്ടിടാം. നിങ്ങൾ പബ്ലിക്കിന് വേണ്ടിയിട്ട് കാണാം. നിങ്ങളൊക്കെ അവരുടെ ഒരു ഉടായ്പെല്ലാം അല്ലെങ്കിൽ അവർ വലിപ്പിക്കുന്ന, അവർ നമ്മളെ പറ്റിക്കുന്നതൊക്കെ കണ്ട് മിണ്ടാതിരിക്കണം. കൊള്ളാം എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കണം. അവരെയൊക്കെ മണ്ടം പറയും. ഇതൊക്കെ ഞാൻ പറയാം, പിന്നെ പറയാം, ഞാൻ റിവീൽ ചെയ്യും. ഐ വിൽ റിവീൽ നെക്സ്റ്റ് വീഡിയോയിൽ വരുമ്പോൾ പറഞ്ഞ അല്ലാതെ മറ്റേതായിരുന്നു, എൻ്റെ ഷോപ്പിന്റെ ഉദ്ഘാടനമായിരുന്നു, തേങ്ങയായിരുന്നു, മാങ്ങയായിരുന്നു, പക്ഷെ ഒക്കെ പറയും. നമ്മൾ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ മറ്റതായി മറിച്ചതായി തള്ളക്ക് വിളിയായി തന്തയ്ക്ക് വിളിയായി. അതവിടെ നിൽക്കട്ടെ. അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, അവിടെ നിൽക്കട്ടെ. അതൊക്കെ ഞാൻ വിശദമായി സംസാരിക്കും. അപ്പൊ ഓക്കെ, ഇപ്പൊ നമ്മൾ വന്നത് രനാസുന എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എന്നെ കുറിച്ചൊന്ന് വീഡിയോ ഇടൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത്. ഒരു ലോഡ് വീഡിയോ ഉണ്ട്. ഏതൊക്കെ ഞാൻ എവിടെയൊക്കെ പിന്നീട് പ്ലേ ചെയ്യുമെന്ന് അറിയില്ല. പ്രധാനപ്പെട്ട് പറയുന്നത് രനാസുനയുടെ ഒരു സംവിധായക ഉണ്ടല്ലോ. ഇപ്പോൾ അവസാനമായിട്ട് വന്ന 1-2 ആൽബങ്ങളിലൊക്കെ വന്ന ഒരു സംവിധായകയുടെ മനസ്സിലിരിപ്പ് എന്താണെന്നും അവരുടെ ഒരു ആക്ടിങ് മികവൊക്കെ നമുക്ക് കാണാൻ സാധിച്ച കുറെ റീലുകളൊക്കെ ഉണ്ട്. അമ്മേണ നിങ്ങൾ ഞെട്ടി തരിച്ച് എനിക്ക് ഞെട്ടലൊന്നുമില്ല. ഇതല്ല, ഇതിന്റെ അപ്പുറം നിങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. ആദ്യം നമ്മുടെ രനാസുനയുടെ ഒരു റീൽ. ഓക്കെ, ഒന്ന് തിരിഞ്ഞു. അല്ല, മൂഡ് ശരിയില്ലെന്ന് രാവിലെ പറഞ്ഞു. ശരിയായോ? കണ്ണിലെ ലെൻസ്. അതായത് സുഗുണ, ഒരുത്തൻ കയറി ആദ്യത്തെ റീൽ മറ്റൊന്നുമല്ല, ഇവളിങ്ങനെ നിൽക്കുന്നു, ഈ പറയുന്ന ഷോളെന്ന് ഇട്ടില്ല, ഒരുത്തൻ കയറി ഉടനെ വന്ന് ഷോളൊക്കെ ഇട്ട് എന്താ കാര്യം പറയാം, എന്തോ തേങ്ങ ചോദിക്കുന്നുണ്ട്. അവനെ എന്ന് ഞാൻ കുറ്റം പറയില്ല, അമ്മമാരെന്ന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അറിയുമോ, ഇത് അതിന് വേണ്ടിയിട്ടാണ്. സ്വന്തം തുണി മാറുന്നിടത്ത്, ഞാൻ തുണി മാറുന്ന അല്ലെങ്കിൽ ഞാൻ അൺകംഫർട്ടായിട്ട് നിൽക്കുന്നിടത്ത് വരെ വന്ന ക്യാമറ എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്ത് കക്കൂസിനകത്ത് വരെ വന്ന ക്യാമറ എടുത്ത് നീ എന്ത് തെണ്ടിത്തണം, നീ എന്ത് ഈ പറയുന്ന ലൈംഗിക ചോദ്യോട് കൂടിയുള്ള ക്വസ്റ്റ്യൻ വരെ ചോദിച്ചോളൂ, അത് ചോദിക്കണം, അവൻ ആൻസർ പറയാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരെടുത്തൊന്നുമില്ല. ഇവിടെ കണ്ടോ, ഒന്ന് തിരിഞ്ഞെന്നാണ് പറയണത്. അതായത് ലോക പ്രശസ്ത വിശ്വവിഖ്യാതമായ നമ്മുടെ സെലിബ്രിറ്റികളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന നമ്മുടെ മഹാനടി നടിയെടുത്ത് പറയുന്നത് ഒന്ന് തിരിഞ്ഞില്ല എന്ന് പറയും. ഉടനെ നടി തിരിഞ്ഞു നിർത്തും. എന്താണ്, എന്റെ മൂഡ് ശരിയില്ല എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ നോക്ക്, എന്റെ മൂഡ് നോക്ക്. ഇതൊക്കെ നമ്മൾ എന്ത് പറയും മല്ലയ്യ എന്നുള്ളതാണ്. ഉടനെ തിരിഞ്ഞ് മൂഡ് കാണിച്ചു കൊടുത്ത് എന്റെ മൂഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, എനിക്ക് എന്റെ മൂഡ് സൂപ്പറാണ് എന്ന് ലവൻ പറഞ്ഞു. എന്റെ അമ്മയാണ് ഞാനൊരു കാര്യം പറയട്ടെ, അമ്മമാരെ ഞാൻ കുറ്റം പറയില്ല. അമ്മമാർ നമ്മൾ കുറ്റം പറഞ്ഞ അബദ്ധമാണ്. അത് അമ്മമാര് എന്താണ് വൈറലാകാൻ വേണ്ടിയിട്ട് അമ്മമാർ വരുന്നത്. ഇതൊക്കെ കാണിച്ചു കൊടുക്കല്ലേ. എന്താണ് അവൻ ചോദിക്കുന്നത്, എന്തിനെ പറ്റിയാണ് ചോദിക്കുന്നത്, എനിക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ആ ബോധം വെച്ച് കൊടുക്കണം. ഇതല്ല
ഇനി മൂഡ് ശരിയല്ല ഞാൻ മൂഡ് കാണിച്ചു കൊടുക്കും. ഇനിയിപ്പോ ഉമ്മറൻ ഉമ്മറ ഞാൻ പറഞ്ഞ കൂടിപ്പോകും. ഇത് വേറൊരു കാറ്റഗറി. ഇനി അടുത്ത റീല് ഞാനിതൊരു ഓർഡർ എന്നല്ല, കുറേ ഉണ്ട്. അതിലൊരു ഒരു 10% മാത്രമേ ഞാൻ കാണിക്കൂ, 90% ഞാൻ വിട്ട് കളഞ്ഞു. വയ്യ. അടുത്ത റീല് വെരി ഗുഡ്. ഇത് കണ്ടോ? ഇതെന്തെന്ന് മനസ്സിലായ? ഇതാണ് വാരിക്കൊടുപ്പ് മത്സരം. അതായത് വാരിക്കൊടുപ്പ് മത്സരമാണ്. ഇങ്ങോട്ട് വേണം ആദ്യം പ്രതീക്ഷന്, പിന്നെ ആ താടിക്കര ഏതോ ഒരു റീലുള്ള ഏതോ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ദാസേട്ട ഇത്രയും നിങ്ങൾ ഗതികെട്ടവരായി പോയല്ലോ എന്നുള്ളതാണ്. താങ്കൾക്ക് കുറച്ചൊരു സ്റ്റാൻഡേർഡ് ഞാൻ തന്നിരുന്നു. താങ്കളുടെ അഭിനയവും കാര്യങ്ങളും കുറച്ചൊരു സ്റ്റാൻഡേർഡ്. പക്ഷെ ഇത് വളരെ ചീപ്പായി പോയി. അതായത് വാരിക്കൊടുപ്പ് മത്സരം. വാരി കൊടുക്കണം, വാരി കൊടുക്കും. സ്വന്തം മക്കൾക്ക്, സ്വന്തം മോൻ എത്ര ദിവസമായത് വാരി കൊടുക്കും. നമ്മൾ കണ്ടിട്ടില്ല, അതിന്റെ റീലും കണ്ടിട്ടില്ല. സ്വന്തം മോന് വാരി കൊടുത്തിട്ട് ഇതൊക്കെ വന്ന് ഈ പറയുന്ന സഹ നടന്മാർക്ക് വാരി കൊടുക്കുന്ന പാവ കുഞ്ഞു വാവ ഈ പറയുന്ന രണാസുന. ഇപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന ഇപ്പോഴത്തെ കമന്റ് ബോക്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ പൂരത്തെറിയ. ഇപ്പൊ കുറച്ച് പേരെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്ന കുറച്ച് പേരിൽ ഒരു 90% മാറിയിട്ടുണ്ട്. കാരണം ഇവരുടെ സ്വഭാവം നമ്മള് കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാധനം എന്താണ്, ഈ രണാസുന എന്താണെന്ന് കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു 90% ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് എന്നുള്ളത് മനസ്സിലായോ? തന്റെ ക്ലേജ് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ഞാൻ കാണിക്കും. ഇപ്പൊ കണ്ടില്ലേ, മൂഡ് കാണിച്ചു കൊടുക്കുക. എന്തിനു വേണോ എപ്പോ വേണോ ഞാൻ റെഡിയാണ്. അപ്പോ എന്താണ് കാറ്റഗറി ഇപ്പോഴാണ് ഇത് കുറച്ചുപേർക്ക് മനസ്സിലായത്. നമുക്ക് മുമ്പേ അറിയാം, അതുകൊണ്ടാണ് നമ്മൾ ഈ വാദം പറയുന്നത് എന്നുള്ളത്. ഇനി അടുത്ത റീലിലേക്ക് ഇപ്പം ഒരുപാടുണ്ട്. അടുത്ത റീല് ഓക്കെ. ഞാൻ ഫ്ലാറ്റിലാന്നുള്ള കാര്യം ഇപ്പൊ പബ്ലിസിറ്റി ആയി. ഒരു ഫ്ലാറ്റിലായിരുന്നു. നമുക്കല്ലേ അറിയത്തുള്ളൂ എന്താ സത്യാവസ്ഥ. കുറച്ച് ദിവസങ്ങള് അത് ചേച്ചി കൊച്ചിയിൽ വരുമ്പോ നിക്കാൻ വേണ്ടി അങ്ങനെ വരും, ഞങ്ങളൊന്ന് കറങ്ങും എന്നൊക്കെ, അങ്ങനത്തെ പരിപാടികളൊക്കെ ബിഗ് ബോസിന് ശേഷം ബിഗ് ബോസിന് മുന്നേ ഉണ്ടായിരുന്നു. ആളുകളെ അവിഹിതാക്കിയോ? അത് ഉറപ്പല്ലേ ആക്കും. ഞങ്ങൾ ഫ്ലാറ്റിലുണ്ടായിരുന്നു. ഞാൻ ഈ ആദ്യമൊക്കെ ഷൂട്ടിന് പോകുമ്പോൾ റൂം എടുക്കത്തില്ല. പകലൊക്കെ ഇന്റർവ്യൂവിനും കാര്യങ്ങളൊക്കെ ഷൂട്ടിനൊക്കെ പോകും. അതൊക്കെ ഉറപ്പല്ല. സത്യം പറഞ്ഞാൽ ഇതിന്റെ മുമ്പത്തെ റീല് വെച്ചാൽ ആരും ഇതിനെ കുറിച്ചൊന്നും പറയില്ല. ഇവിടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ തമ്മിലൊരു ഫ്ലാറ്റിലായിരുന്നു എന്നുള്ളത്. അപ്പൊ ലവൻ ചോദിച്ചപ്പോ ഇതിനൊക്കെ അവിഹിതമാക്കും. അതൊക്കെ ഉറപ്പല്ലേ, ആക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഇത് ആരും ചോദിക്കുമ്പോ ഇവിടെ ഒരു സാധനം ഇട്ട് കൊടുക്കുകയാണ്. മനസ്സിലായോ? നമ്മൾ തമ്മിൽ ഒരു ഫ്ലാറ്റിലായിരുന്നു എന്നുള്ളത് ആരെങ്കിലും ചോദിച്ചു? ഇത് ആരെങ്കിലും അറിഞ്ഞോ? ഇപ്പൊ ഈ പറയുന്ന രണാസുരയുടെ വായിന്ന് വീണാണ് ആൾക്കാരെല്ലാം അറിയുന്നത്. ഇത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചു. ഇത് നമ്മൾ 3-4 ദിവസം ഫ്ലാറ്റിലായിരുന്നു. മനസ്സിലായോ? ആൾക്കാർ അങ്ങനെയൊക്കെ പുറത്തൊക്കെ അഭിനയമുള്ള എല്ലാം എന്റെ സുധിച്ചേട്ടന് വേണ്ടി. സുധിച്ചേട്ടാ ഇതൊക്കെ കാണുന്നുണ്ടോ എന്തോ. അടുത്ത നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടിന്റെ മാരകമായ അഭിനയം. ഓക്കെ, ഇടുപ്പി ചേർത്ത് പിടിക്ക്. നേരത്തെ പിടിക്കടാ. നെറ്റിക്ക് രുമ്പ് കൊടുത്തേ. കൊടുക്ക്. നെറ്റിനും കൂടെ കൊടുക്ക്. അങ്ങനെ കൊടുത്തു പോട്ടെ. ചേർത്ത് പിടിക്ക്. ദാസേട്ട് കുറച്ചുകൂടെ റൊമാൻസ് ഇട്ടെ. കുറച്ചുകൂടെ നെറ്റി ചേർത്ത് പിടിക്ക്. ഇടുപ്പിൽ അമർത്തി പിടിക്കുക. ഇവരുടെയൊക്കെ ഈ രണാസുനയുടെ വീഡിയോ വന്നപ്പോഴൊക്കെ എനിക്ക് അവർ ഇടുപ്പ് അവരുടെ വീക്ക്നെസ് ആണ്. ഇടുപ്പിൽ അമർത്തുക. ദാസേട്ടന്റെ വീക്ക്നെസ് ഇടുപ്പിൽ അവരമർത്ത്. അത് ചേർത്ത് പിടിക്കാൻ അമർത്ത. ആ ഒരു സംവിധായകയുടെ ആ ഒരു ത്വരയിട്ടില്ല. ചേർത്ത് പിടിക്കുക. ദാസേട്ട ചേർത്ത് പിടിക്ക്. കൊടുക്ക്. ഇതൊന്നല്ല, അവിടെ കുറെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഒന്ന് വെച്ചിട്ടൊന്നുമില്ല. കൊടുക്ക്. എന്തിനാണ് അമർത്തി പിടിക്ക് എന്നാണ് നമ്മുടെ ഈ പറയുന്ന സംവിധായക പറയുന്നത്. അടുത്തറിയും സംവിധായകയല്ലേ? എന്താ ചെയ്യേണ്ടത്? അല്ല, ഇതാ സംവിധായികയല്ലേ? നേരത്തെ അമർത്തി പിടിക്കുക. എന്തിനാ ഇങ്ങനെ പിന്നീട് നാണം കൊടുക്കുന്നത്? അമർത്തി പിടിക്കുക എന്ന് പറയും. ഇതിൽ അമർത്തിപ്പിടുത്തമുണ്ടോ? കണ്ടാ നിങ്ങൾ? ഒരിക്കലും നമുക്ക് കാണാം കേട്ടോ. അമർത്തിപ്പിടുത്തമുണ്ടോ? ഉണ്ട്. അത് മസ്റ്റ്. വെരി ഗുഡ്. എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു
കാര്യം മനസ്സിലായി. ഈ സംവിധായക മറ്റൊരു ഈ പറയുന്ന റെനാസുനെ കൊണ്ടുവന്നത് എന്നെ തനിക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. റെനാസുനയുടെ ബാക്കിൽ ചുറ്റിപ്പറ്റി കുറെ നായകന്മാരുണ്ട്, അവരെ വിട്ട് എനിക്കൊന്ന് ഫേമസ് ആവണം എന്ന് പറഞ്ഞ് ഈ സംവിധായകൻ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു ഒന്നൊന്നുമില്ല അന്നത്തെ വീട്ടിൽ. എന്റെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തെ എനിക്ക് ചെറിയ ഓർമ്മ, ചിലപ്പോൾ തെറ്റായിരിക്കും. പക്ഷെ അച്ഛന്റെ ഫ്രണ്ടിൽ വെച്ച് അമർത്തി പിടിക്കുന്നു. ഇതിനകത്ത് ഞാൻ വിമർശിക്കുന്നത് ഇതൊക്കെ സത്യം പറഞ്ഞ ഇതൊക്കെ ഒരു പ്രഹസനമാണ്. അതായത് ശരീര പ്രദർശനം കൊണ്ട് ഈ സെക്ഷൽ കണ്ടന്റ് കണ്ടും ഒക്കെ പ്രേക്ഷകരുടെ ഫ്രണ്ടിലേക്ക് ഇട്ടുകൊണ്ട് എന്താണ് അവിടെ കാണിച്ചു ഇവിടെ കാണിച്ചു ലൈംഗിക ചുവയോടുള്ള സംസാരം ഇതൊക്കെ കാണിച്ച് കുറച്ച് വൈറലാക്കി നിൽക്കുക എന്നുള്ളതല്ല. ഇതൊക്കെയാണ് അഭിനയം അല്ല. ഇതൊക്കെ ഏതെങ്കിലും ഒരു ഈ റെനാസുനയുടെ തന്നെ ആയിക്കോട്ടെ, എവിടെയെങ്കിലും നല്ലൊരു കണ്ടന്റ് ഈ കെട്ടിപ്പിടുത്തോ പിടിച്ചു വയ്ക്കോ അല്ലെങ്കിൽ എടുത്തു പൊക്കോ ഇല്ലാത്ത വേറെ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അടുത്ത ഞാൻ ഇന്നലെ സത്യം പറഞ്ഞ നിക്കർ മേടിക്കാൻ ഇങ്ങനെ തന്നെ എല്ലാ ഷൂട്ടിനും നിക്കർ ഇടാൻ വേണ്ടി ഇരുന്ന കിട്ടിയില്ല. നിങ്ങൾ ഒന്ന് കട്ട് ചെയ്താലേ എനിക്കൊന്ന് പോകാൻ പറ്റും. അല്ല, ഞാൻ നിക്കർ ഇടുമായിരുന്നു. ഞാൻ എല്ലാ ഷൂട്ടിലും നിക്കർ ഇടും. അപ്പൊ നിക്കർ ഇടക്ക ഏത് നിക്കറോ എന്താ പറയുക മറ്റേ നിക്കർ ഞാൻ നിക്കർ ഇടുമെന്നാണ് പറയുന്നത്. എന്റെ പൊന്ന് റെനാസില അവിടെ ചിരിക്കാതെന്ന് പറയാ. ഇതൊക്കെ എനിക്കിപ്പോ എവിടെ പറയുന്നത് റെനാസിന് തമാശ, ഒരു തമാശ, ഒരു രസം ചെയ്യുമ്പോ ഒരു സുഖം. ഇതൊക്കെ ഇത്രയും ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുമ്പോ ഒന്ന് സുഖിക്കാൻ വേണ്ടി ഒന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തരല് കൂടുതലൊന്നും ഞാൻ ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ്. ഒരു മുത്തം കൊടുത്ത് നിർത്തിക്കോ കേട്ടോ. ഒത്തിരി ഒരു നോട്ടം കൂടെ കൊടുത്തരും നല്ല രീതിയില്. വർത്താനം പറയല്ലേ പറയുമ്പോ സിനിമയിലാണെങ്കിൽ ഒരു ചീത്തറ് ഓടിക്കില്ല. കൊടുക്ക് ദാസേട്ടാ, മുത്തം കൊടുക്ക. പക്ഷെ റെനാസിന നാച്ചുറാലിറ്റി പോലെ പോരാ കേട്ടാ, പോരാ. ഇതല്ല, ഇത് കൃത്യമായിട്ട് ക്ലോസപ്പിൽ എടുക്കണം. അല്ല, ഇതന്നെ അങ്ങോട്ട് തുടക്കമല്ലേ, ഇനി അങ്ങോട്ട് ക്ലോസപ്പിൽ എടുത്താൽ മതി. ലെവലേ. അപ്പോ ഇതൊക്കെയാണ്. ഇനിയുണ്ട് എന്തെങ്കിലും ഞാൻ നോക്കട്ടെ, വേറെ എന്തില്ല. ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ കുറെ ഉണ്ടായിരുന്നു കേട്ടോ, കുറെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇട്ടാലും തീരാത്തത്ര ഓരോ ഇതിലും കണ്ടന്റുകൾ തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റെനാസിന്. അപ്പോ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ സംവിധായക ആള് മോശമല്ല. ഒരു കണക്ക് പറഞ്ഞ റെനാസിനെയും കാട്ടി നല്ല നാച്ചുറലായിട്ട് അഭിനയിക്കുന്നുണ്ട്. ആ ഒരു ഇന്റിമേറ്റ് സീനൊക്കെ വളരെ നാച്ചുറലായിട്ട് ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ കരുതി താങ്കൾ ജീവിക്കുകയാണോ എന്ന് തന്നെ എനിക്ക് പിന്നെ തോന്നിപ്പോയി. അത്രയ്ക്ക് നാച്ചുറലായിട്ടുള്ള ആ ഒരു ഭാവ വ്യത്യാസങ്ങളൊക്കെ ആ വയറിൽ അമർത്തുമ്പോഴൊക്കെ ഉണ്ടാകുന്ന താങ്കളുടെ ആ ഒരു ഞെട്ടലും തിരിഞ്ഞൊക്കെ ഞാനൊരു നാച്ചുറലാണോ അഭിനയമല്ലേ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. അഭിനയം എല്ലാം എന്റെ സുധിച്ചേട്ടന് വേണ്ടിയിട്ട്. എന്തായാലും താങ്കൾ കാരണം കുറേവർക്ക് ഈ പറയുന്നത് പോലെ എനിക്കിപ്പോ ഒരു കണ്ടന്റ് കിട്ടി. സ്വാഭാവികം. താങ്കളല്ല, ഏത് പിച്ചക്കാരി വന്ന് ഇതുപോലത്തെ ഇത് കാണിച്ചാലും എനിക്ക് കണ്ടന്റാണ്. അത് താങ്കൾ തന്നെ വേണമെന്നില്ല. റെനാസിനെയോ മോഹൻലാലോ മമ്മൂട്ടിയോ പിന്നെ ആരോ ആയിക്കോട്ടെ, പിച്ചക്കാരിയോ ഓടയിൽ വെള്ളമടിച്ച് കിടക്കുന്നവരൊക്കെ എനിക്ക് കണ്ടന്റാണ്. നിങ്ങളല്ലെങ്കിൽ ഈ പറയുന്ന പിച്ചക്കാരി വെച്ച് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കി വന്നതാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അവരെ കുറിച്ച് നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കും. അവരെ ഇത് കാണാനും ഒരുപാട് പ്രേക്ഷകരുമുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് ഇതല്ലെങ്കിൽ മറ്റൊന്ന് എന്നുള്ളത്. പിന്നെ ഇതുപോലെയുള്ള കുറെ ചീഞ്ഞാറിയ കുറെ കണ്ടന്റുകൾ കിട്ടും. അത് വരിക്കട്ടെ. ഈ പറയാൻ നിങ്ങളൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുകയില്ല, ഒരുമാതിരി ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഇതുപോലുള്ള ഉടായ്പകൾ അപരാധങ്ങളുടെ സമയത്ത് കുറച്ചു നേരം ചിരിക്കാം. വേറെ ഒന്നും നിങ്ങൾ ഇതിന്റെ സീരിയസ് ആയിട്ട് നൽകരുത്. നിങ്ങൾ കുറച്ചു നേരം ചിരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഈ പറഞ്ഞതുപോലെ ഞാൻ ഇടുന്ന ഒരു വീഡിയോ ആണ്. എനിക്കൊന്ന് റിലാക്സ് ആക്കണം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പല കാര്യങ്ങൾ കുറെ 2-3 ചാനലുകളുണ്ട്. അതിനകത്ത് വീഡിയോ ഉണ്ട്, അതിനകത്ത് കണ്ടന്റ്, വേറെ പല കാര്യങ്ങളും നമുക്കുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കണം. അതൊക്കെ നോക്കിക്കൊണ്ട് വരുമ്പോ അവസാനം ആകുമ്പോൾ ഒരു റിലാക്സേഷൻ എന്ന് പറയില്ലേ, മറ്റേ ലെവൽ പറഞ്ഞില്ലേ, അതുപോലെ ഒരു സാധനം നോക്കിയാൽ മതി. അപ്പൊ എന്തായാലും റെനാസിനെ സപ്പോർട്ട് ചെയ്ത അവർ പാപം. അപ്പോ അങ്ങനെ എന്തായാലും സംവിധായകനെ ഇഷ്ടം. സംവിധായക പേരെനിക്കറിയില്ല, എന്തോ ഒരു പേരായിരുന്നു. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. അപ്പൊ നല്ല ആക്ടിങ്ങിനുള്ള കഴിവുണ്ട്. കെട്ടിപ്പിടുത്തവും ഈ പറയുന്ന വയറിൽ പിടുത്തവും ഈ ഉമ്മക്കും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വേറൊരു സാധനം ഉണ്ടായിരുന്നേ, ഈ റെനാസിനെ ഇങ്ങനെ എടുത്ത് പൊക്കി ബോൾ കളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിരുന്ന ഒരു സാധനം 3 കോലും കൂടി ചേർന്നുണ്ട്. ആ സാധനം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് തരാം. കാരണം അതും കൂടി നിങ്ങൾ കാണണം. കാരണം റെനാസിനെ ഇവിടുന്ന് വെക്കുന്നു, അപ്പുറത്ത് വെക്കുന്നു, ഒരാൾ വെക്കുന്നു, എടുത്ത് അപ്പുറത്ത് എന്തൊരു ബൊമ്മ എടുത്ത് കളിക്കും പോലെ ആ ഒരു സാധനം
എന്തായാലും നന്നായിരിക്കട്ടെ. നിങ്ങൾ വനോളം ഇങ്ങനെ പൊങ്ങി പോട്ടെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ കമന്റുകൾ മസ്റ്റായി കമന്റ് കൊടുക്കണം.